യെസ്, വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആരാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ഔദ്യോഗിക പ്രഖ്യാപനം UDFന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. ആരാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥിയായിരിക്കുന്നു. നേരത്തെ തന്നെ ഹൈക്കമാൻഡിന് KPCC പേര് നൽകിയിരുന്നു. കിരൺ ബാബു ചേരുന്നു വിവരങ്ങളുമായി. കിരൺ, അങ്ങനെ പ്രഖ്യാപനം, ഔദ്യോഗിക പ്രഖ്യാപനം വന്നിരിക്കുന്നു UDFന്റെ ഭാഗത്ത് നിന്ന്. നിലമ്പൂരിൽ ഷൗക്കത്ത് തന്നെ അല്ലേ? അതെ, ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഹൈക്കമാൻഡ് പ്രഖ്യാപനം. കോൺഗ്രസ് പ്രസിഡന്റിന് വേണ്ടി ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാവുന്നു. UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് ഔദ്യോഗികമായ പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ നേരത്തെ തന്നെ വാർത്തകളെല്ലാം പുറത്തു വന്നിരുന്നു. കേരളത്തിൽ നിന്ന് ഒരു പേര് മാത്രമാണ് വിട്ടത്, ഹൈക്കമാൻഡ് പരിഗണനയ്ക്ക് വേണ്ടി വിട്ടത്. അത് ആര്യാടൻ ഷൗക്കത്തിന്റെ പേരായിരുന്നു. ദീർഘമായ ആലോചനയ്ക്ക് ശേഷമാണ് ആര്യാടൻ ഷൗക്കത്തിലേക്ക് എത്തിയത്. നേരത്തെ തന്നെ ആര്യാടൻ ഷൗക്കത്തിന്റെ പേരിനായിരുന്നു പ്രാമുഖ്യം നൽകിയിരുന്നതും ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കാനുള്ള ധാരണയിലും ഒക്കെ എത്തിയിരുന്നതാണ്. അതിനുശേഷവും അൻവർ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ ചെലുത്തുകയും ജോയിയുടെ പേര് കൂടി പരിഗണിക്കണമെന്ന് പാർട്ടിയിൽ തന്നെ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായമൊക്കെ ഉയരുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പുനരാലോചന വേണ്ടതില്ല എന്നുള്ള നിലപാടിൽ തന്നെയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും എന്ന് കരുതി ഒരു മാസം മുമ്പ് തന്നെ ഏകദേശം പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തമ്മിൽ ഒരു ധാരണയിലൊക്കെ എത്തിയിരുന്നതാണ്. അന്നും ആര്യാടൻ ഷൗക്കത്തിന്റെ പേരിന് തന്നെയായിരുന്നു പ്രാമുഖ്യം നൽകിയിരുന്നത്. ആര്യാടൻ ഷൗക്കത്തിനെ തീരുമാനിക്കാം എന്ന് തന്നെയായിരുന്നു തീരുമാനം ഉണ്ടായിരുന്നത്. ആ തീരുമാനം തന്നെയാണ്, അത് മാറ്റേണ്ടതില്ല, അൻവറിന്റെ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല എന്നുള്ള നിലപാട് തന്നെയാണ് KPCC നേതൃത്വം എടുത്തത്. അതോടൊപ്പം തന്നെ KPCC നേതൃത്വം KC വേണുഗോപാലുമായും അത്തരത്തിലേക്കുള്ള ചർച്ചകളൊക്കെ നേരത്തെ തന്നെ നടത്തിയിരുന്നു. ഇന്നും അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. ആ തീരുമാനത്തിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തേണ്ടതില്ല, ആ നിലമ്പൂർ മണ്ഡലം പിടിക്കാൻ ഏറ്റവും നല്ലത് ആര്യാടൻ ഷൗക്കത്ത് തന്നെയാണ് എന്നുള്ള നിലപാടിലാണ് എടുത്തത്. പ്രത്യേകിച്ച് സാമുദായിക സമവാക്യങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് അങ്ങനെ കൂടി പ്രാധാന്യമുണ്ട്. ഒപ്പം ആര്യാടന്റെ മകൻ എന്ന നിലയ്ക്കുള്ള പ്രാധാന്യം ദീർഘകാലം, ഏറ്റവും കൂടുതൽ കാലം നിലമ്പൂരിനെ പ്രതിനിധീകരിച്ച MLA ആര്യാടൻ മുഹമ്മദാണ്. തുടർച്ചയായി അദ്ദേഹം 8 തവണയാണ് ആകെ ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. തുടർച്ചയായി 29 വർഷവും മണ്ഡലത്തെ പ്രതികരിച്ച MLA കൂടിയ കോൺഗ്രസ് MLA കൂടിയാണ് ആര്യാടൻ മുഹമ്മദ്. ഒരു തവണ മാത്രമാണ് ഇടതുമുന്നണിക്കൊപ്പം മത്സരിച്ചത്. ബാക്കി എല്ലാ തവണയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി തന്നെ മത്സരിച്ച് ജയിച്ച MLA കൂടിയാണ്. ഇതെല്ലാം കൂടി പരിഗണിച്ചിട്ടാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് കേരളത്തിലെ നേതാക്കൾ ഐകണ്ഠ്യേന തന്നെ ഇത് നൽകിയത്. ഇന്ന് ആ നേതാക്കൾ നൽകിയ പേര് അവിടെ ഹൈക്കമാൻഡിന് ലഭിച്ച മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനവും പ്രഖ്യാപനവും വന്നിരിക്കുന്നു. എന്തായാലും കേരളത്തിൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടാം LDF സർക്കാർ വന്ന ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ഇലക്ഷൻ എപ്പോൾ പ്രഖ്യാപിക്കുന്നു, ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് UDF കോൺഗ്രസ് സ്കോർ ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് മുൻകാലങ്ങളിലൊക്കെ ഏറ്റവും അവസാനം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ഒരു പാർട്ടിയായിരുന്നു. പലപ്പോഴും CPMന്റെ സ്ഥാനാർത്ഥി, ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയൊക്കെ പ്രഖ്യാപിച്ച ശേഷം അവസാനം സ്ഥാനാർത്ഥി ഒരാളുടെ പേര് വന്ന് അയാളെ മാറ്റി മറ്റൊരാളെയൊക്കെ സ്ഥാനാർത്ഥിയാക്കുകയും അവസാനം നോമിനേഷൻ കൊടുത്തതിന് ശേഷം ഒന്നിലേറെ പേർ നോമിനേഷൻ കൊടുക്കുകയും അതിലാരെന്ന് പിന്നീട് തർക്കമൊക്കെ ഉണ്ടായിരുന്ന കാലം കോൺഗ്രസ് ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ അത്തരം രീതി പൂർണ്ണമായും കോൺഗ്രസ് മാറ്റിക്കൊണ്ട് എപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നു അതിന് തൊട്ടു പിന്നാലെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച പ്രചരണ രംഗത്ത് മേൽക്കൈ നേടുക എന്നുള്ള ഒരു രീതിയാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ആ കോൺഗ്രസിന്റെ ആ രീതി കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് നടന്ന പുതുപ്പള്ളിയിലായാലും ആദ്യം നടന്ന തൃക്കാക്കരയായാലും പുതുപ്പള്ളിയിലായാലും പാലക്കാടായാലും കോൺഗ്രസിന്റെ സിറ്റിംഗ് മണ്ഡലങ്ങളായിരുന്നു. ചേലക്കര LDFന്റെ സിറ്റിംഗ് മണ്ഡലമായിരുന്നു. ഇവിടെയെല്ലാം തന്നെ കോൺഗ്രസ് ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും കോൺഗ്രസിന്റെ എല്ലാ സിറ്റിംഗ് മണ്ഡലങ്ങളിലും മുൻപ് എത്ര ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അതിന്റെ ഇരട്ടിയിലധികം ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു നേട്ടം കൂടിയുണ്ട്. ഇത്തവണയും അങ്ങനെ തന്നെ അവർ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. കാര്യമായ എതിർപ്പുകൾ എന്തായാലും ജോയിയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ പരസ്യമായ എതിർപ്പ് ഉയരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളുള്ളിൽ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒന്നും ഭാഗത്തു നിന്ന് അത്തരത്തിലേക്കുള്ള എതിർപ്പ് വരാനുള്ള സാധ്യതയും കുറവാണ്. കോൺഗ്രസ് എന്തായാലും കളത്തിൽ ഇന്ന് തന്നെ ഇറങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇനി അടുത്ത ദിവസങ്ങളിൽ തന്നെ എന്തായാലും LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. BJP ഇപ്പോഴും സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണോ വേണ്ടയോ എന്നതിൽ രണ്ട് പക്ഷത്തിൽ നിൽക്കുകയാണ്. അക്കാര്യത്തിൽ തന്നെ ഒരു തീരുമാനം ഇപ്പോഴും എത്തിയിട്ടില്ല എന്നതുകൂടിയുണ്ട്. എന്തായാലും കോൺഗ്രസിന് ഔദ്യോഗികമായി UDFന് ഔദ്യോഗികമായി സ്ഥാനാർത്ഥി ആദ്യം ആയിരിക്കുന്നു. എന്തായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു എന്ന് തന്നെ പറയാം. നിലമ്പൂരിൽ ഔദ്യോഗികമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കേണ്ട ഒരു പാർട്ടി, ആദ്യമായിട്ടാണ് ഒരു പാർട്ടി ഒരു മുന്നണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. അത് കോൺഗ്രസ് ആണ്, അത് UDF ആണ് പ്രഖ്യാപനം വരുന്നത്.